الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം നമുക്ക് ആരാധനാ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ള നിലക്ക് പഠിപ്പിക്കുന്നത് അത് വ്യക്തികളെ സംസ്കരിച്ചുകൊണ്ട് ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിന് അർഹരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇബാദത്തുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യമാകും. പൊതുവെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് നമുക്ക് കാണാം, തിന്മകൾക്കാണ് ശക്തമായ അല്ലെങ്കിൽ വ്യാപകമായ പ്രചരണം ലഭിക്കുക. നമുക്ക് നോക്കാം, പ്രകൃതിയില് ഭൂമിയിലൊക്കെ ഈ കളകള്, കാടും പുല്ലും ഒക്കെ വളരെ പെട്ടെന്ന് വ്യാപിച്ച് ഉണ്ടാകും. അതാരും നട്ടു വളർത്തൊന്നും വേണ്ട. അത് വെട്ടി ഒഴിവാക്കാൻ നോക്കിയാലും ചിലപ്പോൾ പൂർണ്ണമായിട്ട് വെട്ടി ഒഴിവാക്കാനും നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മൾ വിളകളോ അത് വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം നൽകി വളം നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ അത് വളരുള്ളൂ. കളകൾ ആരും അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നില്ല, ആരും വളർത്തിക്കൊണ്ടിരുന്നില്ല. നമ്മളാരും പുല്ലും കാടും ആരും വളർത്തേണ്ടിയില്ല. വെട്ടി ഒഴിവാക്കി തീരെയില്ല. ഇതുപോലെ തന്നെയാണ് ഭൗതിക ലോകത്ത് തിന്മകള് വളരെ വ്യാപകമായി കാട്ടുതീ പോലെ പ്രചരിക്കും, വ്യാപിക്കും. എന്നാൽ നന്മകള്, സത്യം, ധർമ്മം, നീതി, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവരണം. അധർമ്മങ്ങളും തിന്മകളും അസാൻമാർഗികതകളൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുമ്പോ സത്യത്തിന്റെ മാർഗം, ധർമ്മത്തിന്റെ മാർഗം, നന്മയുടെ മാർഗം അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതാ ഈ പരീക്ഷണത്തിന്റെ ലോകത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നമുക്ക് കളകൾ നമ്മുടെ മനസ്സിൽ വ്യാപിക്കാതിരിക്കാൻ, തിന്മകൾ മനസ്സിൽ വ്യാപിക്കാതിരിക്കാൻ നമുക്ക് വളരെ കൃത്യമായ ഇബാദത്തുകൾ പഠിപ്പിച്ചു. ഇപ്പൊ നോക്കൂ, നമ്മള് ഒരു വീട് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ, അവര് ദിവസവും ചെയ്യുന്ന ക്ലീനിങ് വർക്കുകളുണ്ട്, ആഴ്ചയിൽ ചെയ്യുന്ന ക്ലീനിങ് വർക്കുകളുണ്ട്, മാസത്തിലോ വർഷത്തിലോ ഒക്കെ ചെയ്യുന്ന ക്ലീനിങ് വർക്കുകളുണ്ട്.
ഒരു കർഷകൻ അയാളുടെ കൃഷിഭൂമിയൊക്കെ ചിലപ്പോ ഒരു 6 മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോഴാണ് മുഴുവൻ ഒന്ന് വൃത്തിയാക്കുക. വീടും പറമ്പും പരിസരം ഒക്കെ നമ്മളൊന്ന് വൃത്തിയാക്കുക ഒരു പക്ഷെ 6 മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോ ഒക്കെ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം, അത് ദിവസവും ശുദ്ധീകരിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകളുണ്ട്. ആഴ്ചയിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഇബാദത്താണ്, പ്രത്യേകിച്ച് ജുമഅക്ക് അതിൽപ്പെട്ടത് ജുമഅ. അതുപോലെ തന്നെ മാസത്തിൽ അനുഷ്ഠിക്കാൻ പറഞ്ഞ നോമ്പുകളുണ്ട്, ആഴ്ചയിൽ അനുഷ്ഠിക്കാൻ പറഞ്ഞ നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നമ്മളോട് ശുദ്ധീകരണം പറഞ്ഞതുണ്ട്. ഇപ്പൊ റമദാൻ നോമ്പ് അതിൽപ്പെട്ടതാണ്. ആ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ദിവസം ചെയ്യുന്നതും നമ്മുടെ മനസ്സും ഈ ശരീരവും വീടും പരിസരവും ഒക്കെ ദിവസവും ആഴ്ചയിലും മാസത്തിലും വർഷത്തിലും ഒക്കെ ഇങ്ങനെ ശുദ്ധീകരണം നടത്തുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം അതും നമ്മൾ ദിവസവും ആഴ്ചയിലും മാസത്തിലും വർഷത്തിലും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ കുറിച്ചാണ് ശുദ്ധീകരണ പ്രവർത്തനമാണ് റമദാന്റെ ശുദ്ധീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത പറഞ്ഞു. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. റസൂലുള്ള പറയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത്ത് നുഖ്തതൻ സൗദാ ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോ അത് അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളിയായി നിൽക്കുന്നു. റസൂലുള്ള പറയാ, എന്നിട്ട് ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, അവൻ തൗബ ചെയ്യുകയും ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുമ്പോ സുഖല മിൻഹാ ഖൽബുഹു, അവന്റെ ഹൃദയം അതിൽ നിന്ന് കടഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നു. ഫഇൻ സാദത്ത്, എന്നാൽ തൗബ ചെയ്യുകയോ ഇസ്തിഗ്ഫാർ നടത്തുകയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെയോ തിന്മകളിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ സാദത്ത്, ആ കറുത്ത കുത്തുക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹത്താ യുഗല്ലഫ ബിഹാ ഖൽബുഹു, ആ തിന്മകൾ കൊണ്ട് അവന്റെ ഹൃദയം മൂടപ്പെടും, കറുത്തുകൊണ്ട് പോകും. ഫദാലിക റാനുല്ലദീ ദക്കറല്ലാഹു ഫീ കിതാബി, അതാണ് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല, അങ്ങനെയല്ല. ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം കറപുരണ്ടിരിക്കുന്നു. മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിനാൽ, പ്രവർത്തിച്ചതിനാൽ. അപ്പൊ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾ എല്ലാ മനുഷ്യന്മാരും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത്. നമുക്കറിയാം, ഒരു കുട്ടി ഒരു കളവ് പറയുമ്പോ അവന്റെ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും. കുട്ടികളൊക്കെ കളവ് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും നമുക്ക്. ഈ അധ്യാപകർക്കൊക്കെ കളവ്, കാരണം അവരുടെ മനസ്സ് അത്ര തെളിഞ്ഞതാണ്. മാത്രമല്ല, പല കള്ളത്തരവും അവർ വീട്ടിൽ വന്ന് പറയുകയും ചെയ്യും. അവരങ്ങനെ പറഞ്ഞു, അവരിനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടാ പറഞ്ഞത്, അങ്ങനെ പറയാൻ വാപ്പ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അമ്മ പറഞ്ഞു എന്നൊക്കെ പറയും. കാരണം അവരുടെ മനസ്സ് ശുദ്ധാണ്. അപ്പം ശുദ്ധമായ മനസ്സ് പ്രകൃതിയോടുകൂടിയാണ് അള്ളാഹു ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോ അത് അവന്റെ മനസ്സിലൊരു കറുത്ത കുത്തായിട്ട് മാറുന്നു. ആ കറുത്ത കുത്ത് അവൻ ഇസ്തിഗ്ഫാറിലൂടെ തൗബയിലൂടെ ശുദ്ധീകരിക്കുമ്പോൾ അത് ശുദ്ധമായി തീരും. ഇനി അവൻ അങ്ങനെ ശുദ്ധീകരിക്കാതെ വരുമ്പോ അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കറ പുരളുകയും അങ്ങനെ കറുത്തിരണ്ട ഹൃദയത്തിന്റെ വക്താവായിട്ട് അവൻ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുതരാം. പൊതുവെ മനുഷ്യന്മാര് ഒരു തെറ്റൊക്കെ ചെയ്തു പോയി. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഒരു അല്പം മദ്യപിച്ചു പോയി. അപ്പൊ അവനൊരു വിശ്വാസിയാണെങ്കിൽ അവൻ ഒരു വീണ്ടും വിചാരം ഉണ്ടാവുകയും അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയും ചെയ്യും. എന്നാൽ അവൻ അങ്ങനെ തിരിഞ്ഞു നടക്കാതെ അവൻ തിന്മയിൽ തന്നെ മുഴുകി ജീവിച്ചു പോയി, ആ കമ്പനിയിൽ അങ്ങനെ പെട്ടുപോയി എന്ന് വിചാരിക്കും. അപ്പൊ ഞാനൊരു പാപിയായി പോയി എന്ന് അവന് സ്വയം തോന്നും. അങ്ങനെ തോന്നുമ്പോ പിന്നെന്താണ്, ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും മാനസികമായിട്ട് ഒരുപാട് അകന്നു എന്ന് അവന് തോന്നും. അതെല്ലാ മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയാണ്. ആ ഒരു അവസരത്തിലാണ് പലപ്പോഴും വിശ്വാസ ചൂഷണം നടക്കുന്നത്. ചില ആളുകൾ പറയും, നീ തിന്മ കാരണം ഒരുപാട് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി മാനസികമായിട്ട്, അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ അവരിലൂടെ നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരോട് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നിന്റെ കാര്യം ശരിയാക്കി തരും. നിനക്ക് ഇസ്തിഗ്ഫാർ പാപമോചനം വാങ്ങിത്തരും. നിന്റെ ഇഹലോകം വിജയിപ്പിക്കും, ആഖിറം വിജയിപ്പിക്കും. അള്ളാഹ് പറഞ്ഞ എന്താ,
അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബി അവരോട് പറയുക, യാ ഇബാദി, എന്റെ ദാസന്മാരെ. കണ്ടോ, തിന്മകൾ വ്യാപിച്ചു പോയി ഒരുപാട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോയ സൃഷ്ടികൾ, അള്ളാന്റെ സൃഷ്ടിയെയും അല്ല വിളിക്കുന്ന എന്റെ അടിമകളെ എന്നാ. കൈയൊഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അള്ളാഹു വെറുത്ത് കൈയൊഴിച്ചിട്ടില്ല. യാ ഇബാദി, എന്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിരുവിട്ട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ട ആവശ്യമേ ഇല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു അള്ളാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അതുകൊണ്ട് അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു. അപ്പൊ ആ പാപമോചനം, നമ്മൾ പാപികളായി പോയാൽ, മനുഷ്യര് പാപികളായി പോയാൽ ആ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ കിട്ടും, അതിനുള്ള മാർഗം എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് ആലോചിച്ചിട്ട് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി. പാപങ്ങൾ പൊറുക്കപ്പെടാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹുവിലേക്ക് മാനസികമായി കൂടുതൽ അടുക്കാനും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ ഫീ സബീലില്ലാഹ് വബ്തഗ ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ, അത് ഫർദ് നോമ്പിനെ കുറിച്ചല്ല, ഏത് നോമ്പായി, സുന്നത്ത് നോമ്പ്, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ ഉണ്ടല്ലോ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പുകളുണ്ട്. ഒരു മാസത്തിലെ 13, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകളുണ്ട്. അതിന് പുറമെ മുഹറം നോമ്പുണ്ട്, അറഫ നോമ്പുണ്ട്, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. അതിന് പുറമെ നമുക്ക് ഐച്ഛികമായിട്ട് ഇത്ര ദിവസം ഞാൻ നോമ്പ് നോൽക്കുമെന്ന് നേർച്ചയാക്കാം, അതും ചെയ്യാം. അതൊരു സുന്നത്ത് എന്നുള്ള നിലക്കല്ലാതെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ മുത്തലക്കായിട്ടുള്ള നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അങ്ങനെ റസൂലുള്ള പറയാ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ 70 സംവത്സരക്കാലം നരകത്തിൽ നിന്ന് ഒരു നോമ്പ് കൊണ്ട് അവൻ അകലുന്ന, ഒരൊറ്റ നോമ്പ് കൊണ്ട് നരകത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരൊറ്റ നോമ്പ് അനുഷ്ഠിച്ചാൽ 70 സംവത്സരക്കാലം അവൻ നരകത്തിൽ നിന്ന് അകലും. അതെങ്ങനെ അകലാൻ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം എന്താന്ന് ചോദിച്ചാല്, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യന്മാർക്ക് ഒരു 2 ദിവസം തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു നോക്കി നിങ്ങൾ. 2 ദിവസം തിന്നാനും കിട്ടിയില്ല, ഒന്നും കുടിക്കാനും കിട്ടിയില്ല, മനുഷ്യന്റെ എല്ലാ നകളിപ്പും നിൽക്കും, എല്ലാ നകളിപ്പും നിൽക്കും. പിന്നെ അവന് അഹങ്കാരം ഉണ്ടാവൂല, അസൂയ ഉണ്ടാവൂല, ലൈംഗിക ചിന്തകൾ ഉണ്ടാവൂല. 2 ദിവസം തിന്നാനും കുടിക്കാനും കിട്ടിയില്ല, പിന്നെ അവൻ എങ്ങനെങ്കിലും ആ ഒരാവശ്യം നിർവഹിച്ച് കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുക. അതാണ് ഭക്ഷണത്തിന്റെ പ്രത്യേകത, തിന്നാനും കുടിക്കാനും കിട്ടുന്നതിന്റെ പ്രത്യേകത. അപ്പൊ എന്താ 2 ദിവസം നമ്മളോട് പട്ടിണി കിടക്കാൻ അള്ളാഹ് പറഞ്ഞില്ല. പകരം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ, ആത്മീയമായ ബോധം ഉണ്ടാവാൻ, ഇത്തരത്തിലുള്ള അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാൻ, അള്ളാഹുവിന്റെ വഹി മുഖേന പഠിപ്പിക്കാണ്. അപ്പൊ അത് ഒരു 2 ദിവസം തുടർച്ചയായിട്ടൊന്നും പറഞ്ഞില്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ മാത്രം പറഞ്ഞു. അത് മാത്രം മതി ഒരു മനുഷ്യന് ആത്മീയമായ ചിന്ത വളരാൻ. അപ്പം മനുഷ്യന് ആത്മീയത വളരാൻ അവന്റെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ മതി. ശരീരത്തിന് ഭക്ഷണം കൊടുക്കാതിരിക്കലാണ് ആത്മാവിന്റെ ഭക്ഷണം. അതാ നോമ്പ് എന്ന് പറഞ്ഞാൽ. ഈ നോമ്പിനെ പോലെ മനുഷ്യന് ആത്മീയമായ ഈ ദുർബല വികാരങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന, മനുഷ്യന്റെ മനസ്സിന്റെ ആ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, ശഹവാത്തുകളെ കടിഞ്ഞാണിടാൻ നോമ്പിനേക്കാൾ പര്യാപ്തമായ മറ്റൊരു ഇബാദത്തില്ല. അവനവന്റെ മനസ്സിന്, ഇപ്പൊ ലോകത്ത് പലർക്കും പല രാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും, സൈന്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ഥാപനത്തിലെ മേലധികാരിക്ക് വിദ്യാർത്ഥികളെയും ആ സ്ഥാപനത്തെയും മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യർക്ക് പരാജയപ്പെടുന്നത് അവനവന്റെ മനസ്സിനെയും ഇച്ഛകളെയും നിയന്ത്രിക്കാനാണ്. അവനവന്റെ ദേഹേച്ഛകളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്നിടത്താണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ
ആളുകൾ പോലും, സൈന്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ പോലും പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ജാഹിദ് ബിഹി ജിഹാദൻ കബീറ എന്ന് പറഞ്ഞു. ഖുർആൻ കൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ നടത്തുന്ന ജിഹാദാണ്, അതാണ് ജിഹാദുൽ അക്ബർ. ജാഹിദ് ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ജിഹാദ് കബീർ നടത്തുന്ന വലിയ ജിഹാദ് നടത്തും എന്ന് പറഞ്ഞു. അപ്പൊ അത് നടത്താൻ ഏറ്റവും സഹായിക്കുന്ന ഇബാദത്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഭക്ഷണം കൊടുക്കാതിരുന്നാൽ മതി ശരീരത്തിന്, വെള്ളം കൊടുക്കാതിരുന്നാൽ മതി ശരീരത്തിന്. അപ്പം മനുഷ്യന്റെ ദേഹേച്ഛകളൊക്കെ നിയന്ത്രിക്കപ്പെടും. ഇപ്പൊ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു ചീത്ത ചിന്ത വരുമ്പോ, ദാഹിച്ച് വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സിലേക്ക് ഒരു ചീത്ത ചിന്ത വരുമ്പോ ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കും, ഞാൻ പട്ടിണിയിലാണ്, ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചിരിക്കുകയാണ് എന്ന് മനസ്സ് ചിന്തിക്കും. അപ്പം അവൻ ചീത്ത ചിന്തകളിലേക്ക് പോവുകയില്ല, ചീത്ത പ്രവർത്തനങ്ങളിലേക്ക് പോവുകയില്ല. ഈ നിലക്ക് മനുഷ്യന്റെ മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയുന്ന ഇബാദത്തായത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ 70 സംവത്സരക്കാരൻ നിങ്ങൾ നരകത്തിൽ നിന്ന് അകലും എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, ഭൗതിക ലോകത്തെ വിജയം കാൽപാദങ്ങൾ കൊണ്ട്, അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഭൗതിക ലോകത്തെ വിജയം എന്നത് ശാരീരികമായ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. എന്നാൽ മഫാവിസുൽ ആഖിറ തുഖ്തഉ ബിൽ ഖുലൂബ്, ആഖിറത്തിലെ വിജയം എന്നത് പറഞ്ഞാൽ അവന്റെ ഹൃദയം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അവന്റെ ഹൃദയത്തെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട്, ദേഹേച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതാണ് ആഖിറത്തിലെ വിജയം. അപ്പൊ ദുനിയാവിലെ വിജയം നമ്മുടെ കഠിനാധ്വാനം കൊണ്ട്, ശാരീരികമായ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണെങ്കിൽ, ആഖിറത്തിലെ വിജയം നേടിയെടുക്കാൻ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് നേടിയെടുക്കണം. ആ വിജയമാണ് നോമ്പ് നമുക്ക് നേടിത്തരുന്നത്. പൊതുവെ ഇപ്പോ ഒരു അറബി കവി പറഞ്ഞത് കാണാൻ സാധിക്കും, മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത. മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ അന്നഫ്സു കത്ത്ഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഅത്തി ഇൻ തഫ്തിംഹു യംഫതിമി. അന്നഫ്സു, ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ കത്ത്ഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ, ഇൻ തുഹ്മിൽഹു, ആ കുട്ടിയെ നീ അങ്ങനെ മുല കുടിക്കാൻ വിട്ടുകൊണ്ടിരുന്നാൽ, അവഗണിച്ച് അവൻ മുല കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊണ്ടിരുന്ന ആ കുട്ടി അങ്ങനെ മുല കുടിച്ചുകൊണ്ടിരിക്കും. അവൻ ചിലപ്പോ പിന്നെ ടീനേജിലെത്തുമ്പോ കുടിക്കും. ആ മുലകുടി നിർത്തിയിട്ടില്ലേ കുട്ടി അങ്ങനെ മുല കുടിച്ചുകൊണ്ടിരിക്കും. എന്നാ മുലകുടി നിർത്തിയാലോ അത് നിൽക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെയാണ് 2 വയസ്സാകുമ്പോ നമ്മൾ മുലകുടി നിർത്തുകയാണല്ലോ ചെയ്യുക. അത് നിർത്തിയിട്ടില്ലേ കുട്ടി അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സുന്ന. മനുഷ്യന്റെ മനസ്സ് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അതിന്റെ ദേഹേച്ഛകളിൽ, അതുപോലെ തന്നെ അതിന്റെ താല്പര്യങ്ങളിൽ അങ്ങനെ വിട്ടുകൊടുത്തോണ്ടിരുന്നാല് ആ തിന്മയുടെയും ആനന്ദത്തിന്റെയും ലോകത്ത് മനുഷ്യ മനസ്സങ്ങനെ പറന്നുകൊണ്ടിരിക്കും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഇപ്പോ ഈ കുട്ടികളൊക്കെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്ന ആളുകൾ എങ്ങനെയാണ്? അവർക്ക് അവരുടെ ഇണകളിൽ നിന്ന് അത് നിയന്ത്രിച്ചു നിർത്താതെ അവരങ്ങനെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളെ പോലും മനുഷ്യർ ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയാക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ അവൻ നിയന്ത്രിക്കാൻ സാധിക്കും. അല്ലാതെ കടിഞ്ഞാണിടാതെ അങ്ങനെ അയച്ചു വിട്ടാൽ അതങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഇതാണ് ഈ കടിഞ്ഞാണിടലാണ് നമുക്ക് ഇബാദത്ത് കൊണ്ട് നിർവഹിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് നോമ്പ് കൊണ്ട് നിർവഹിക്കപ്പെടുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഏതൊരുവൻ അതിര് വിട്ട് ജീവിക്കുന്നുവോ, ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏതൊരുവൻ അതിര് വിട്ട ജീവിതം നയിക്കുന്നുവോ, അവൻ എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ്. നരകമായിരിക്കും അവന്റെ സങ്കേതം. ദുനിയാവിൽ തന്നെ നരകത്തിലേക്ക് എത്തുക. എത്ര വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ലോകത്ത് അവനവന്റെ ഇണയോടൊപ്പം അള്ളാഹു നൽകിയ സംതൃപ്തി, അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആ നിയന്ത്രണ വിധേയമായി ജീവിക്കാതെ മറ്റൊരുത്തന്റെ കൂടെ ഓടി പോയിട്ട് ഏതെങ്കിലും ലോഡ്ജുകളൊക്കെ പോയി. ഇന്നലെയും വായിച്ചില്ല നമ്മൾ ഒരു മുസ്ലിം പെണ്ണിന്റെ വാർത്ത. മുസ്ലിം സമുദായത്തിൽ, അറബി പേര് സ്വീകരിച്ച മുസ്ലിം സമുദായത്തിൽ അംഗങ്ങൾ ഒട്ടും പിന്നോക്കമല്ല ഇത്തരം എല്ലാ തിന്മകളിലും. എന്നിട്ട് ലോഡ്ജ് എടുത്ത് താമസിച്ചിട്ട് അവിടെ അവന്റെ ആവശ്യം കഴിയുമ്പോൾ ഏതെങ്കിലും നിലക്ക് കൊന്നിട്ടേച്ച് പോകുക.
പോവുക, ഇവനൊരു ബാധ്യതയായി മാറാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് ആത്മഹത്യ എന്ന് പറയാ, എന്നിട്ട് ഇവൻ രക്ഷപ്പെടുക. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനവന്റെ ദേഹേച്ഛക്ക് കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാതെ, അങ്ങനെ കടിഞ്ഞാണിട്ട് ജീവിക്കുമ്പോൾ അവനവന്റെ ഇണയിൽ അവന് സംതൃപ്തി കിട്ടും, കുടുംബ ജീവിതത്തിൽ അവന് സംതൃപ്തി കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും, ഇഹലോകത്ത് ജീവിതത്തിൽ വിജയം കിട്ടും, ആഖിറത്തിലും വിജയം കിട്ടും. അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ലോഡ്ജുകളിലോ ഏതെങ്കിലും റെയിൽവേ ട്രാക്കുകളിലൊക്കെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ദുനിയാവിലും നാശം, ആഖിറത്തിലും നാശം. അമ്മാമൻ ത്വഗ, ഏതൊരുവൻ തുകയാൻ പറഞ്ഞാൽ അതിരുവിട്ട ജീവിതം, അതിക്രമം കൊണ്ട് നിറഞ്ഞുള്ള ജീവിതം ജീവിക്കുന്നുവോ, ദുനിയാവിലെ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നരകമായിരിക്കും അവന്റെ സങ്കേതം. ഏതൊരുവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നുവോ, നഫ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് അവന്റെ സങ്കേതം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ദേഹേച്ഛക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ജീവിതത്തിന് ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് അവനവന്റെ കുടുംബത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുക, അതുപോലെ തന്നെ ധാർമ്മിക ജീവിതം നയിക്കുക, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു വിധിവിലക്കുകളോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ ദുനിയാവിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ദുനിയാവിൽ മനസ്സമാധാനം കിട്ടുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു. അല്ലാത്ത ആളുകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അല്ലാത്ത ആളുകൾ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിന്ദ്യതകളും അപമാനങ്ങളും ഒക്കെ ദുനിയാവിൽ തന്നെ അള്ളാഹു പിടിക്കുന്നുണ്ട് മിക്കവാറും ആളുകളെ. അപ്പൊ നോക്കൂ നിങ്ങൾ, എത്ര വലിയ ഉന്നതന്മാരും അറിയപ്പെടുന്ന ആളുകളും നേതാക്കന്മാരും അധ്യാപകരും സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളാണ് ഒന്നിനും കൊള്ളരുതാത്ത നിന്ദ്യന്മാരായിട്ട് സമൂഹത്തിൽ മാറുന്നത് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അപ്പൊ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു ശരിക്കും ഖുർആനിൽ എത്ര സ്ഥലത്താണ് നമ്മളോട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹു അഫലാ തഅഖിലൂൻ, അഫലാ തതദബ്ബറൂൻ, അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അകക്കാമ്പുള്ളവരല്ലേ എന്നൊക്കെ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം. ദുനിയാവിൽ മനുഷ്യർ അനുഭവിക്കുന്ന ഈ അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുക, അതിന് നമ്മെ പര്യാപ്തമാക്കുന്ന ഇബാദത്തുകൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് അത് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ഇപ്പൊ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സുയാമു ജുന്നത്തുൻ കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ, ഒരു യുദ്ധത്തിൽ പരിചയമില്ലേ ഒരു യോദ്ധാവിന്, ആ പരിചയ പോലെ ജീവിതത്തിൽ നിങ്ങളുടെ പരിചയമാണ് നോമ്പ് എന്ന് പറഞ്ഞത്. എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാൻ അത് മതി, എല്ലാ ശത്രുക്കളെയും പ്രതിരോധിക്കാനും അത് മതി. ആ നിലക്ക് ഒരു പരിചയമായി ഉപയോഗിക്കാവുന്നതാണ് നോമ്പ്. ആ നിലക്ക് ഇബാദത്തുകളെ മനസ്സിലാക്കുക, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇബാദത്തുകളൊക്കെ ശ്രേഷ്ഠത വളരെ കൃത്യമായിട്ട് ചിന്തയും ബുദ്ധിയുമുള്ള ആളുകൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ല പ്രശ്നം എന്താ അറിയോ, ഇന്നത്തെ യുവതലമുറയൊക്കെ പലപ്പോഴും ദീനിനെ മനസ്സിലാക്കുന്നത് അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ അതിന്റെ ബാലപാഠം മുതലല്ല മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില ചങ്ങാതിമാര് റസൂലുള്ളാഹിന്റെ വിവാഹം മുതൽ അവിടുന്ന് അങ്ങോട്ട് പഠിപ്പിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം മുതൽ അവിടുന്ന് അങ്ങോട്ട് പഠിപ്പിക്കും. അത് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും മുഹമ്മദ് നബി ഇങ്ങനെ കുറെ പെണ്ണും കെട്ടി ഇങ്ങനെ വിലസി നടക്കുകയായിരുന്നു നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പിശാച് മനസ്സിൽ കയറി കൂടുകയും എന്നിട്ട് എല്ലാ നന്മകളിൽ നിന്നും ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന്റെ ആദ്യ കാലം മുതൽ പഠിക്കുകയും എന്നിട്ട് കൃത്യമായിട്ട് മുഹമ്മദ് നബിയുടെ വിവാഹ ജീവിതവും യുദ്ധവും അതൊക്കെ കൃത്യമായി അതിന്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കൂടും. റസൂലുള്ള അത്ര വിവാഹം കഴിച്ചാൽ പോലും റസൂലുള്ളാഹിയോടുള്ള ഇഷ്ടം കൊടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണ് കെട്ടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിന്റെ കൃത്യമായ ജീവിതം പഠിക്കും. ആ വിവാഹത്തിന്റെ എണ്ണം മാത്രം പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ആ മുഹമ്മദ് നബി ഇങ്ങനെ പെണ്ണിട്ട് സൂചിച്ച് ജീവിക്കായിരുന്നു എന്ന്. നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതം പഠിച്ചു നോക്കുക, അപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് റസൂലുള്ള വിവാഹത്തിന് കഴിക്കേണ്ടി വന്നത്. എന്നിട്ട് പെണ്ണും ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു റസൂലുള്ള, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് റസൂലുള്ള വിവാഹം
കഴിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി വിവാഹം കഴിച്ചിട്ടുള്ളത് എപ്പോഴാണ്? റസൂലുള്ളാഹിന്റെ 55 മുതൽ 63 വയസ്സ് വരെയുള്ള 8 കൊല്ലത്തിലാണ്. ആ 8 കൊല്ലത്തിനിടയ്ക്ക് 28 യുദ്ധങ്ങൾ റസൂൽ നടത്തിയിട്ടുണ്ട്, 60ഓളം സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇങ്ങനെ പെണ്ണും കെട്ടി സുഖിച്ച് ജീവിച്ചതൊന്നല്ല ആ 8 കൊല്ലത്തിനിടയ്ക്ക്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ കുറിച്ച് മാത്രം കേൾക്കുക, റസൂലുള്ളാഹിന്റെ യുദ്ധത്തെ കുറിച്ച് മാത്രം കേൾക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്താവും? ഈമാൻ തെറ്റിപ്പോവും, ഹിദായത്തും തെറ്റിപ്പോവും. നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ കൃത്യമായ ചരിത്രം പഠിക്കുക. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ട് യുദ്ധം നടത്തി, എങ്ങനെ യുദ്ധം നടത്തി, എപ്പോഴാണ് റസൂലുള്ളാഹി യുദ്ധം നടത്തിയത്, ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് റസൂലുള്ളാഹിയോടുള്ള ഇഷ്ടം വളരെയധികം വർദ്ധിക്കും, ഇബാദത്തുകളിലുള്ള ഇഷ്ടം വർദ്ധിക്കും, അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. ആ നിലയ്ക്ക് ഹിദായത്ത് വർദ്ധിക്കും. സർവശക്തനായ നാഥൻ ദീനിനെ യഥാവിധി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം പരലോകമായി കഴിഞ്ഞാൽ, ജഅലഹുല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിന് അള്ളാഹു ഐശ്വര്യം നൽകും. വജഅലഹു ശംലഹു, അവന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വഅതതുഹു ദുനിയ വഹിയ റാഗിമത്തുൻ, ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും, അവനെ തേടി വരും ദുനിയാവ്. വമൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവാകുമ്പോ, ജഅലഹുല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുമ്പിൽ ദാരിദ്ര്യത്തെ ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ ഇട്ടുകൊടുക്കും അള്ളാഹു. ദാരിദ്ര്യം കൊണ്ട് അവനെ പേടിപ്പിക്കും, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ ദാരിദ്ര്യം ഇട്ട് കൊടുക്കും. ഒന്നുമില്ലാത്തവനായി പോയി എല്ലാം വെട്ടിപ്പിടിക്കണം എന്ന ചിന്തയായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലായി തീർന്നർത്ഥം. അപ്പൊ ഫറഖ അലൈഹി ശംലഹു, അവന് നേടിയെടുക്കേണ്ടതൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ എല്ലാം അവനിൽ നിന്ന് അകന്നു പോകും. വലം യഅ്തിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദറ ലഹു, എന്നാൽ ദുനിയാവെന്നാവട്ടെ അള്ളാഹു കണക്കാക്കിയതല്ലാതെ അവനിട്ട് ലഭിക്കുകയുമില്ല. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഇത് നമ്മൾ ഈ ഹദീസ് വെച്ചിട്ട് നമ്മൾ ഇബാദത്തുകളെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഇബാദത്ത് അനുഷ്ഠിക്കുന്നതൊക്കെ ആഖിറൽ ലക്ഷ്യം വെച്ചിട്ടാണ്. നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് ആഖിറൽ ലക്ഷ്യം വെച്ചാ. പക്ഷെ ദുനിയാവ് നമ്മളെ തേടി വരുന്ന, ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഒരു കാലത്ത് നമ്മള് ഒരു 10, 35, 40 കൊല്ലം മുമ്പേ എല്ലാ വീടുകളും നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായിരുന്നു ദാരിദ്ര്യം. ഒരു നാട്ടില് സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ഒരു 3 or 4 കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മളൊക്കെ ദാരിദ്ര്യത്തെ ശപിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണം ഒരുവിധം എല്ലാ കുടുംബത്തിനും, വളരെ അപൂർവമായിട്ട് അങ്ങേറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇന്നുള്ളൂ. അപ്പം ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയപ്പം നമ്മള് പണ്ടത്തെ ദാരിദ്ര്യമായിരുന്നു ഇപ്പോഴത്തെ സുഭിക്ഷതയേക്കാൾ ഹൈറ് എന്ന് ചിന്തിക്കുകയാണ്. കാരണം എന്താ, എല്ലാവരും ഷുഗർ രോഗികളാണ്, പ്രഷർ രോഗികളാണ്, കൊളസ്ട്രോൾ രോഗികളാണ്, അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ദാരിദ്ര്യമായിരുന്നു ഇപ്പോഴത്തെ സുഭിക്ഷതയേക്കാൾ നല്ലത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ഭക്ഷണം 3 സമയത്ത് വിശപ്പ് മാറാൻ തക്കോണം നന്നായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഹാർട്ട് ബ്ലോക്ക് വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ അനുഷ്ഠിച്ചു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതാ പറഞ്ഞ ആ ദുനിയാവ് അവനെ തേടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്നത്ര ഫർദ് നോമ്പ് എന്തായാലും കൃത്യമായി അനുഷ്ഠിക്കുക. എന്നിട്ട് അവിടെ ഫർദ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ തന്നെ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ ഭക്ഷണം കഴിക്കുക. റസൂൽ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത്, നമ്മള് പകൽ മുഴുവൻ പട്ടിണി കിടക്കാണല്ലോ എന്നുള്ളത് വയറെന്നറിയാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്, നിങ്ങൾ ഒരു ഭാഗം ഭക്ഷണത്തിന്, ഒരു ഭാഗം വെള്ളത്തിന്, ബാക്കി ഒരു ഭാഗം ഗ്യാസിന് വേണ്ടി ഒഴിച്ചിടുക. അത് നോമ്പ് തുറക്കുമ്പോൾ ചെയ്യണം. നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം. പകൽ മുഴുവൻ പട്ടിണി കിടക്കാത്തല്ലോ ഉള്ളവർക്ക് മൂക്കറ്റം തിന്നാൽ നോമ്പോട്ട് കാര്യം കിട്ടൂല. റസൂലുള്ള ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ച രൂപത്തിൽ ഭക്ഷണം കഴിക്കണോ. അങ്ങനെ നോമ്പ് ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച എല്ലാ ഷുഗറും പോവും, കൊളസ്ട്രോളും പോവും, പ്രഷറും പോവും. നമ്മൾ ആഖിറൽ ലക്ഷ്യം വെച്ചിട്ടാണ് ഇബാദത്ത് എടുക്കുന്നത്. പക്ഷെ ദുനിയാവ് കിട്ടും. അതാ ദുനിയാവ് അവനെ തേടി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, ഇപ്പൊ കഠിനാധ്വാനം ചെയ്യാത്ത ആളുകൾ, ഇപ്പോ ഓഫീസിൽ പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത്ര പെട്ടെന്ന് ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊന്നും വരില്ല. അതല്ലാത്ത ആളുകൾ, ഈ കോളർ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മൾ പറയാം ആ നിലക്കുള്ള ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം, വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം, കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെ വരുമ്പോ എന്താവും, അവന് ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് അവരെ തേടി വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ ദുനിയാവും ആഖിറവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് പാവങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാനും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുകയും എല്ലാ നന്മകളിലും നമ്മൾ മുന്നേറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെല്ലാ നന്മയിലും ധൃതി പിടിച്ച് മുന്നേറുന്നവരായിരുന്നു. നമ്മോട് ഭയത്തോടും പ്രത്യാശയോടും കൂടി ദുആ ചെയ്യുന്നവരുമായിരുന്നു. അവരൊക്കെ നമുക്ക് കീഴൊതുങ്ങിയവരായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ നിലക്ക് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് എല്ലാ നന്മകളിലും മുന്നേറിക്കൊണ്ട് ദുനിയാവ് നേടിയെടുത്തുകൊണ്ട് ആഖിറത്ത് നേടിയെടുത്തുകൊണ്ട് വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ള ഇബാദത്തുകളൊക്കെ കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ. അപ്പൊ ഇസ്ലാം കാര്യത്തിലെ 4-ാമത്തെ നോമ്പ് എന്നത് നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മൾ അല്ലെങ്കിൽ നിയമമാക്കിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ദീനനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാനെ നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളിൽ നിന്ന് നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. നാഥ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. 2 ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലും റഹ്മത്തും ബർക്കത്തും ചെയ്യണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, അവരുടെ പരീക്ഷണങ്ങളെ നീ നീക്കി തരണ റബ്ബേ. 2 ലോകത്തും ജീവിത വിജയം നൽകണ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.